മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണ് പത്തനംതിട്ട കുളനട സ്വദേശി ജയകുമാറും കുടുംബവും. മഴ ശക്തമായാൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജയകുമാറും കുടുംബവും താമസിക്കുന്ന വീടിന്റെ പിൻവശത്തായി മണ്ണിടിച്ചിലുണ്ടായത്. കൂറ്റൻ പാറക്കഷ്ണങ്ങളും ചെളിയും ഭിത്തിയിൽ പതിച്ച് വീടിന് ബലക്ഷയം സംഭവിച്ചു. സമീപത്തുള്ള കിണറും തകർന്നു. മണ്ണിടിച്ചിലിൽ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയാണെന്ന് വീടുടമ ജയകുമാർ പറഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഭയന്ന് കതക് തുറന്ന് ചാടി ഇറങ്ങി ഓടി. മുറ്റത്തിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയുടെ കാലിൽ 2 പൊട്ടൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറകെ കൂടെ ഞാൻ വന്ന് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കിണറും തകർന്ന് കിടക്കുന്നു. ഈ മലയെല്ലാം കൊണ്ട് ഇടിഞ്ഞ് വലിയ പാറ വന്ന് ഭിത്തിയെ 2 എണ്ണം വന്നിരിക്കുന്നു. ഇതിൽ ഞങ്ങൾ ഭയന്ന് അന്നും ഇന്നും ഇപ്പോഴും ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ ഭയന്ന് കൊണ്ട് ഇവിടെ കിടക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇവിടം വിട്ട് പോകാൻ എവിടെയെങ്കിലും വാടകയ്ക്കെല്ലാം താമസിക്കാനാണ് പറയുന്നത്. അതിനുള്ള സാഹചര്യം എന്നെ കൊണ്ടില്ല. വെള്ളം കിണറ്റിലുണ്ട്, പക്ഷെ അത് കുടിക്കാൻ കൊള്ളരുതാത്ത വെള്ളമാണ്. മാത്രം ഭയങ്കര പാറയും മണ്ണുമായിട്ട് കിടക്കുക. ഞാൻ ദൂരെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ട് വന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡംഗങ്ങൾ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലായതിനാൽ ഇവിടെ നിന്ന് മാറി താമസിക്കുവാൻ അധികാരികൾ നിർദ്ദേശിച്ചുവെങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി കുടുംബത്തിനില്ലെന്ന് പ്രദേശവാസി കണ്ണൻ പറഞ്ഞു. ഈ വന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇവരിവിടുന്ന് ഈ പെൺമക്കളെയും കൂട്ടി ഇനി ഇവരെങ്ങോട്ട് പോകുന്നു? ഒരു വാടക വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പൈസയാവും. അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണിത്. അതുകൊണ്ട് ഇവർക്ക് ബഹുമാനപ്പെട്ട കളക്ടറിന്റെ കനിവ് കാത്ത് കഴിയുവാണ് ഈ കുടുംബം. ജിയോളജി വകുപ്പ് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴ പെയ്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജയകുമാറും കുടുംബവും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.